ദേവപ്രിയ കാഞ്ഞിരമറ്റം കോട്ടയം. റൂൾസ് ആൻഡ് റെഗുലേഷൻ പഠിപ്പിച്ചതൊക്കെ ഓർത്ത് നോക്കി പോകണം കേട്ടോ. ചുമല വരെ കയറില്ല, മഞ്ഞ വരെയും കയറില്ല കേട്ടോ. വളവിൽ ഓവർടേക്കിങ് പാടില്ല. ചേട്ടൻ പോട്ടെ, ആ ചേട്ടൻ പൊക്കട്ടെ. വളവിൽ ഓവർടേക്കിംഗ് ഇല്ല. ആ ചേട്ടൻ 10 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ നമ്മൾ 8 കിലോമീറ്റർ സ്പീഡ് പോകും കേട്ടോ. ചേട്ടൻ നിർത്തിയിട്ടാലും നമ്മളെ അയാൾ പുറത്ത് പോകും. ആ ചേട്ടൻ തിരിഞ്ഞു നോക്കിയില്ല, വിട്ടുപോയി കേട്ടോ. വണ്ടി പുറയുന്ന വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് എടുക്കണം വണ്ടി. കണ്ടോ, ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാല് ബ്രേക്കായിട്ട് വന്നോ കേട്ടോ. വളരെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് കയറി വരും. ഇപ്പം ബ്രേക്ക് ആയിട്ട് കൊണ്ട് നിർത്തിക്കണം. വളരെ ഓവർടേക്കിംഗ് ഇല്ല. 3 വണ്ടി നോക്കി ആക്സിഡൻറ്റ് കൊടുത്തു. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്രയാണ്? 30 താഴെ കേട്ടോ. 30 താഴെ കേട്ടോ. ഈ PSCക്കൊക്കെ പോകുമ്പോഴേ സാർമാർ ചോദിക്കും ഇവിടെയൊക്കെ എത്ര സ്പീഡ് ലിമിറ്റ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കി പോകണം. അങ്ങനെ വളവ് വരുമ്പോൾ അവർ പറയും നിർത്താൻ പറയും. അന്നേരം നിർത്തില്ല സാറേ എന്ന് പറഞ്ഞു കേട്ടോ. നിർത്താൻ പാടില്ല. വളവിൽ പാർക്കിംഗ് ഇല്ല. വലിയ കയറ്റം, അവിടെ ഒന്നും പാർക്ക് ചെയ്തിട്ടേക്കില്ല. പിന്നെ ഒരു വണ്ടി കിടക്കുമ്പോൾ അടുത്ത ആ വണ്ടിക്ക് എതിരായിട്ട് പെട്ടയ്ക്ക് വണ്ടി പാർക്ക് ചെയ്യില്ല. ഒരു വണ്ടി കിടക്കുമ്പോൾ അപ്പുറം കൊണ്ട് പാർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ബ്രേക്കും കാല് വന്നോ കേട്ടോ. ഇതൊക്കെ 30 കിലോമീറ്ററിൻ്റെ പരിധിപ്പെടുന്ന സ്ഥലം ഇതല്ല കേട്ടോ. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഇനി പുറത്ത് നോക്കാം. ഇവിടെ എത്ര കിലോമീറ്റർ പരിധി? അപ്പോൾ കൊടുത്തു കേട്ടോ. പുറത്ത് കൊടുത്തു. ആ ഗിയർ കൊടുക്കുന്ന ആ സ്ഥലങ്ങളിലെ സൈൻ ബോർഡുകളും ഇതെല്ലാം നോക്കി പോകണം. മാർക്കൊക്കെ റൂട്ടിൽ കേട്ടോ. ചതുരത്തിലുള്ള തൃശ്ശൂർ എത്ര കിലോമീറ്ററാണ്? തൃശ്ശൂർ ആ
നമ്മുടെ ട്രാക്കിലോട്ട് ഒരു വണ്ടി വരുവാണെങ്കിൽ ഉണ്ടല്ലോ അപ്പം തന്നെ ആക്സിഡൻറ്റിൻ്റെ കാല് ലൂസായി കൊടുക്കണം കേട്ടോ. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലും ഇപ്പോഴത്തെ സ്പീഡ് വരുതി അപ്പം ഏത് കയറാം? മുപ്പത് താഴെ കേട്ടോ. നോക്കാം താഴെ അപ്പം മുന്നോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടി താത്തിക്കണം കേട്ടോ. മൊത്തം മുന്നോട്ട് പോകണമെങ്കിൽ ബ്രേക്ക് ചവിട്ടി ചവിട്ടിക്കണം കേട്ടോ. ഇവിടെയൊക്കെ സ്കൂൾ പരിസരമുണ്ട്, നടപ്പാതയുണ്ട് കേട്ടോ. റോഡിൻ്റെ സ്വഭാവം ഓരോ നിമിഷവും മാറും. അപ്പോൾ അതനുസരിച്ച് ബ്രേക്ക് ചവിട്ടിക്കണം കേട്ടോ. ഇത് 25 കിലോമീറ്റർ സ്പീഡ്. അപ്പം ബ്രേക്ക് ചവിട്ടി സ്പീഡ് കുറക്കണം. ഏത് ഗിയറാ? നമ്മൾ ഗിയർ ഇടുമ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചോണ്ട് വേണം ഗിയർ കേട്ടോ. എല്ലാം കച്ച് ചവിട്ടുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും നമ്മളെ പിടുത്തം വേർപെട്ട് സ്പീഡ് കൂടിപ്പോവും കേട്ടോ. അപ്പം ബ്രേക്ക് ചവിട്ടി ആ ഗിയറിൽ നിർത്തിക്കണം. നമ്മൾക്കറിയാം, എന്നാലും പറയരുത്. നേരെ പോകും കേട്ടോ. സ്വന്തം ഇഷ്ടത്തിനങ്ങ് ഓടിച്ചു. തേർഡ് ഗിയർ കൊടുത്തു അവിടെ. ആ വണ്ടി ഫ്രണ്ടിലെ വണ്ടി പിന്നെ പോണ കാരണമായി അകലം കുറഞ്ഞ കാരണമാണ് കൊടുക്കാൻ പറ്റും കേട്ടോ. ബ്രേക്ക് കാല് ഇനി പയ്യെ പോകണം. അവിടെ അങ്ങോട്ട് പോകണ്ടേ? അവിടെ ജംഗ്ഷൻ അല്ലേ? ജംഗ്ഷൻ അതാ. അതെ, നമുക്ക് ഇങ്ങോട്ട് വലത്തോടെ പോകണ്ട കേട്ടോ. അപ്പം ഇപ്പം ഇവിടെ ഏത് കയറാണ്ട്? ആ ഇല്ല, പയ്യെ പയ്യെ ഉണ്ടാവും കേട്ടോ. പയ്യെ അല്ലെങ്കിൽ നോക്കി ഇൻഡിക്കേറ്റർ കിട്ടുക, വലതുവശത്തോട്ട് നോക്കി വണ്ടി വരുന്നതിൽ നോക്കി റോഡിൻ്റെ മധ്യഭാഗത്തൂടെ പോട്ടെ. ആക്സിഡൻറ്റ് കൊടുക്കണ്ട കേട്ടോ, ഒന്നും ചെയ്യണ്ട. ആക്സിഡൻ്റ് ഉണ്ടോ കേട്ടോ. വണ്ടി തിരിഞ്ഞ് അത് പയ്യെ അത് കമ്പുണ്ട്, ഒഴുകി ചാടണം പയ്യെ കേട്ടോ. അങ്ങനെ അതന്നെ. അപ്പോൾ ഞാൻ വളവിൽ എവിടെയെങ്കിലും നിർത്തിക്കാം കേട്ടോ.
ആ അവിടെ വരും.